ഞങ്ങളെല്ലാവരും ചോദിച്ചിരുന്നു ഉംറക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസ് എന്തെന്ന്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറയുന്നത്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഉംറക്ക് പോയി വന്നു. ഞാൻ കുറേ ആഗ്രഹിച്ചാണ്, നോമ്പിനൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഉംറക്ക് പോകുന്നത്. പക്ഷേ നമുക്ക് എന്താ, ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കി പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. ആ പടച്ചവൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു വിളി, അവിടേക്ക് എത്ര എന്നുള്ള ആ ഒരു വിളി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മളവിടെ എത്തുക. അല്ല കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ നോമ്പിനൊക്കെ പോകാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്ക് അന്ന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അത് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഇപ്പോൾ പോയി വന്നു, ഒരാഴ്ച മുമ്പ് പോയി വന്നു. വളരെ നന്നായി ഉംറ ചെയ്യാൻ സാധിച്ചു. എന്തായാലും ജീവിതത്തിലെ വലിയ സ്വപ്നമായിരുന്നു, അതെന്തായാലും നേടിയെടുത്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും കുട്ടി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളൊന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അവിടെ പോയി കാണേണ്ടതാണ്. എന്താ വെച്ചാൽ നമ്മൾ മൊബൈലിൽ റീലും അതേപോലെ മൊബൈലിൽ അതേപോലെ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന മക്കയും മദീനയൊക്കെ ഒന്ന് നേരിട്ട് കാണുമ്പോഴൊരു എന്താ പറയുക, നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഇത്രയും നല്ലൊരു സ്ഥലത്തെ നമ്മൾ എന്തുകൊണ്ട് ഇതിനു മുമ്പ് വന്നില്ല. അതാണ് എനിക്കിപ്പോഴും അത്ഭുതമായി. അവിടുന്ന് പോരാൻ തന്നെ പൂതിയില്ല. അങ്ങനെ ഇവിടുന്ന് നമ്മൾ റിയാദിന്ന് ബസ്സിലാണ് പോയത്. രാവിലെ സുബൈക്ക് ഇറങ്ങിയാൽ അവിടെ നമ്മളൊരു ഇഷാക്ക് നമുക്ക് മക്കത്തെത്താം. നമ്മളങ്ങനെ കയറാൻ കെട്ടി അങ്ങനെ മക്കത്തേക്ക് പോയി റാഹത്തായിട്ട് ഉംറയൊക്കെ ചെയ്തു. നമ്മളാ ഫസ്റ്റ് മക്ക അങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം കണ്ണിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാനേ തോന്നില്ല. അത്രക്കൊരു മനസ്സിക്കൊരു സന്തോഷം നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കുള്ളൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. എന്തായാലും അവിടെ പോയി കാണാൻ പറ്റിയ അൽഹംദുലില്ലാഹ് റാഹത്തായി. അത് കഴിഞ്ഞ് മക്ക കഴിഞ്ഞ് നേരെ മദീനയിൽ കൂട്ടും. മദീന പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അതിലേറെ സന്തോഷമായി. എന്തായാലും രണ്ടും കാണാൻ പറ്റി. ഞാൻ ഇവിടെ സൗദിക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ വന്നൊരു കൊല്ലാവണതിന് മുമ്പ് തന്നെ ഒന്ന് കൊടുന്നൊരു ഉംറ ചെയ്യിക്കണം. എന്തായാലും പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് സാധിച്ചു. ഞാനും പടച്ചവനോട് നന്ദി പറയണം. എന്തായാലും നമുക്ക് ബാക്ക് സപ്പോർട്ടില്ല, നമുക്ക് ഒരിക്കലും നടക്കില്ല. എനിക്ക് എൻ്റെ വാപ്പയും കാക്കയൊക്കെ ആയിട്ട് ബാക്ക് സപ്പോർട്ട് ഉണ്ടാവേണ്ടി നമുക്ക് എന്തോ പെട്ടെന്നെല്ലാം റാഹത്തായിട്ട് നടന്നു കിട്ടും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എന്തായാലും സൗദിയിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഉംറ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. എനിക്ക് മക്കറിന്ന് വന്നിട്ട് ഭയങ്കര ഒരു വിഷമമായി. കാരണം അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നല്ലോ, ഇനി അത് എപ്പോഴാണ് കാണാന്നുള്ള ഒരു വിഷമമായി. 2-3 ദിവസം എന്നല്ല, കുറച്ച് ദിവസം അതിൻ്റെ ഒരു വിഷമം ഉണ്ടാകും. കാരണം അത്രയും പൂതിപ്പെട്ട് പോയിട്ട് കണ്ട് കൊതി തീരാത്ത പോലെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പോയി ഒന്ന് ഉംറ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള വിധി ഉണ്ടാവില്ല.